അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തൊരു വർക്കാണിത്. ഈ ഒരു 2 കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു പാതി വഴി വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് ഏത് ഡോളായിരിക്കും അല്ലെങ്കിൽ ഏതൊരു കാർട്ടൂൺ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളത്. മനസ്സിലായെങ്കിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാട്ടോ, നമുക്ക് നോക്കാമല്ലോ ആരുടെ ഗസ്സാണ് കറക്റ്റായി വരിക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ വരെയാണ് എത്തിയിരിക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്ത് നോക്കാൻ, അതിൻ്റെ ഔട്ട്കം എങ്ങനെ വരുമെന്നറിയാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം ഞാനൊരു പാതി വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഷെനൈലിയാണ് തന്നെയാണ്. അതിൻ്റെ യെല്ലോവും റെഡ് കളറുമാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ഹോബി സ്റ്റോറിൻ്റെ തന്നെ യാൺസാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. മറ്റുള്ള യാൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ യാണാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 3.5 mm ഹുക്ക് സൈസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ഒരു ഹുക്ക് സൈസിലാണ് ക്ലോസ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹുക്ക് സൈസാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.